നിങ്ങളുടെ കുടുംബാംഗങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ ഒരു ഗ്രീൻ കാർഡ് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇതിൽ ആദ്യത്തെ വലിയ പടി I-130 എന്ന ഫോം ഫയൽ ചെയ്യുക എന്നതാണ്. ഇതിനെ പെറ്റീഷൻ ഫോർ ഏലിയൻ റിലേറ്റീവ് എന്നാണ് വിളിക്കുന്നത്. ഒരു അമേരിക്കൻ പൗരനോ അല്ലെങ്കിൽ നിയമപരമായി സ്ഥിരതാമസക്കാരനോ ആണ് തങ്ങളുടെ കുടുംബാംഗത്തിന് വേണ്ടി ഈ ഫോം ഫിൽ ചെയ്യുന്നത്. അവർ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണിത്. I-130 അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. USCIS നിങ്ങളുടെ കുടുംബ ബന്ധം ശരിയാണെന്ന് ഉറപ്പിച്ചു എന്ന് ഇതിനർത്ഥം. നിങ്ങൾ പകുതി ദൂരം എത്തിക്കഴിഞ്ഞു. അടുത്തത് ഫോം I-485 ആണ്. ഇതിനെ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ പെർമനന്റ് റെസിഡൻസ് ഓർ അഡ്ജസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നു. നിങ്ങൾ അമേരിക്കയിൽ താമസിച്ച് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫോമാണിത്. USCIS നിങ്ങളുടെ പശ്ചാത്തലം, മെഡിക്കൽ റിപ്പോർട്ടുകൾ, മറ്റ് ആവശ്യമായ കാര്യങ്ങൾ എന്നിവയെല്ലാം പരിശോധിച്ച ശേഷം നിങ്ങൾ സ്ഥിരതാമസത്തിന് അർഹനാണോ എന്ന് തീരുമാനിക്കും. I-130 അംഗീകരിച്ചാലും I-485 അംഗീകരിക്കാൻ വൈകിയേക്കാം. ഇത് സാധാരണയായി സംഭവിക്കുന്നതാണ്. I-485 പെൻഡിംഗ് ആകാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് വിസയുടെ ലഭ്യതയാണ്. നിങ്ങളൊരു ഫാമിലി പ്രിഫേർഡ് കാറ്റഗറിയിൽ ആണെങ്കിൽ, അതായത് US പൗരന്മാരുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ മക്കളാണെങ്കിൽ വിസ നമ്പർ കിട്ടാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. USCIS US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സ് വിസ ബുള്ളറ്റിൻ പരിശോധിച്ചിട്ടാണ് നിങ്ങളുടെ അവസരം എപ്പോഴാണെന്ന് അറിയിക്കുന്നത്. എന്നാൽ നിങ്ങളൊരു ഇമ്മീഡിയേറ്റ് റിലേറ്റീവ് ആണെങ്കിൽ, അതായത് US പൗരൻ്റെ ഭാര്യ അല്ലെങ്കിൽ മാതാപിതാക്കളോ ആണെങ്കിൽ നിങ്ങൾക്ക് സാധാരണയായി വിസ നമ്പറിനായി കാത്തിരിക്കേണ്ടി വരില്ല. മറ്റൊന്ന് പശ്ചാത്തല പരിശോധനയാണ്. USCIS വളരെ സൂക്ഷ്മമായി സുരക്ഷാ പരിശോധനകൾ നടത്തും. ചിലപ്പോൾ ഇതിന് കൂടുതൽ സമയമെടുത്തേക്കാം. മറ്റൊന്ന് റിക്വസ്റ്റ് ഫോർ എവിഡൻസ്. USCISന് കൂടുതൽ രേഖകൾ ആവശ്യമായി വന്നേക്കാം. ഉദാഹരണത്തിന് മെഡിക്കൽ റിപ്പോർട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ തെളിയിക്കുന്ന രേഖകൾ. അവർ നിങ്ങൾക്ക് ഒരു RFE അയച്ചാൽ കൂടുതൽ കാലതാമസം ഒഴിവാക്കാൻ നിങ്ങൾ വേഗത്തിലും കൃത്യമായും മറുപടി നൽകണം. ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുക. വിവാഹം അടിസ്ഥാനമാക്കിയുള്ള കേസുകളിൽ നിങ്ങളുടെ ബന്ധം ഉറപ്പാക്കാൻ USCIS നിങ്ങളെയും നിങ്ങളുടെ പങ്കാളിയെയും ഇൻ്റർവ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂകൾ ഷെഡ്യൂൾ ചെയ്യാൻ കൂടുതൽ സമയമെടുത്തേക്കാം. ഇതിനുള്ള നടപടിക്രമങ്ങൾ ഓരോ USCIS ഓഫീസിലെയും ജോലിഭാരം അനുസരിച്ച് ഇതിനെടുക്കുന്ന സമയം വ്യത്യാസപ്പെടാം. നിങ്ങൾക്ക് USCIS വെബ്സൈറ്റിൽ ഇത് പരിശോധിക്കാവുന്നതാണ്. ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? I-485 പ്രതീക്ഷിച്ചതിലും കൂടുതൽ വൈകിയാൽ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. USCIS കേസ് സ്റ്റാറ്റസ് ഓൺലൈൻ പേജിൽ നിങ്ങളുടെ I-485 റസീത് നമ്പർ നൽകി വിവരങ്ങൾ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ USCIS കോൺടാക്ട് സെൻറ്ററിൽ വിളിക്കാവുന്നതാണ്. താമസം മാറുകയാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഫോം AR-11 ഉപയോഗിച്ച് USCISനെ അറിയിക്കണം. അല്ലെങ്കിൽ RFE അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറിയിപ്പ് പോലുള്ള പ്രധാന കത്തുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ കേസ് വൈകിപ്പിക്കും. നിങ്ങളുടെ കേസ് വിവാഹ അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ നിങ്ങളുടെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ ശേഖരിക്കുക. ഉദാഹരണത്തിന് ജോയിൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഫോട്ടോകൾ അല്ലെങ്കിൽ വാടക കരാറുകൾ. നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നല്ലതാണ്. നിങ്ങളൊരു താൽക്കാലിക വിസയിൽ അമേരിക്കയിൽ ഉള്ളതെങ്കിൽ അത് സാധുതയുള്ളതാണെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ താൽക്കാലിക വിസയുടെ കാലാവധി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ I-485 അംഗീകാരം കൂടുതൽ സങ്കീർണമാക്കും. നിങ്ങളൊരു വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ യാത്രാരേഖയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ I-485 പെൻഡിംഗ് ആയിരിക്കുമ്പോൾ ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ I-485 അംഗീകരിച്ചാൽ നിങ്ങൾ ഇപ്പോൾ നിയമപരമായി സ്ഥിരതാമസക്കാരനാണ്. നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ ഗ്രീൻ കാർഡ് ലഭിക്കും. ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക. കാലാവധി തീയതിയും ശ്രദ്ധിക്കുക. വിവാഹം അടിസ്ഥാനമാക്കിയുള്ള കേസുകളിൽ കണ്ടീഷണൽ ഗ്രീൻ കാർഡ് ആയിരിക്കും ലഭിക്കുക. നിങ്ങളുടെ I-485 നിരസിച്ചാൽ വിഷമിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് നിരസിച്ചതെന്ന് USCIS നിങ്ങൾക്ക് ഒരു അറിയിപ്പ് അയക്കും. കാരണത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഒരു അപ്പീൽ ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും അപേക്ഷിക്കാനോ സാധിക്കും. I-130 അംഗീകരിക്കുന്നതിന് മുൻപ് I-485 അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ഇത് ചില ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് സാധാരണയായി USCIS സിസ്റ്റത്തിലെ ഒരു തകരാറ് മൂലമാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ നിയമപരമായി സ്ഥിരതാമസക്കാരനായിരിക്കും. USCIS ഉടൻ തന്നെ നിങ്ങളുടെ I-130 അംഗീകരിക്കും. I-485 അംഗീകാരത്തിനായി കാത്തിരിക്കുന്നത് സമ്മർദ്ദമുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് സാധാരണയായി നടക്കുന്ന ഒരു കാര്യമാണ്. ഈ സമയത്ത് സന്തോഷമായിരിക്കാൻ ചില വഴികളുണ്ട്. ഒന്നാമത്തെ, സപ്പോർട്ട് കമ്മ്യൂണിറ്റീസിൽ ചേരുക എന്നതാണ്. ഓൺലൈൻ ഫോറങ്ങളിൽ നിങ്ങളെപ്പോലെ കാത്തിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുക. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം വിവരങ്ങൾ നേടുക. നിങ്ങളുടെ I-130 അംഗീകാരം ഒരു വലിയ കാര്യമാണ്. അതിൽ സന്തോഷിക്കുക. ചിട്ടയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. കേസിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുക. അടുത്ത ഘട്ടങ്ങൾക്കായി തയ്യാറെടുക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് കാലതാമസം ഒഴിവാക്കാം. നിങ്ങളുടെ ഗ്രീൻ കാർഡ് എന്ന ലക്ഷ്യം അടുത്താണെന്ന് ഓർക്കുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.